ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേരള ടു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് മയോധ്യ പാസിലാണ്. അരുണാചലിലെ മയോധ്യ പാസിലാണ്. ഇത് ഏകദേശം ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ടൈഗർ അറ്റാക്ക് കാര്യങ്ങൾ നടന്നൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഫുള്ള് കാണുക. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് മയോധ്യ പാസ് 1711 ഫീറ്റാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡാണ് കേട്ടോ. ഇവിടെ ഒരുപാട് റൈഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പലയിടത്തും നമ്മൾ വന്നുപോയി ടൈഗറിൻ്റെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ അവിടെ ഉണ്ട്. കണ്ടില്ലേ, ഫുള്ള് കോടയാണ് കേട്ടോ. കോട വന്ന് ആകെ ഫുള്ള് നിറഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അനിനി പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. അന്നി ഏകദേശം 100 സംതിങ് കിലോമീറ്റർ എന്തുകൊണ്ടാണ് അനിനിയിലേക്ക്. ഇവിടെ നിന്നൊരു ഹുൺലി എന്ന് പറഞ്ഞ സ്ഥലം വരെ ഉണ്ട്. അവിടം വരെ നമുക്ക് വണ്ടിക്ക് പോകേണ്ടി വരും ചിലപ്പോൾ. കാരണം ഇവിടെ പട്ടാളക്കാരെ നമ്മളെ വിട്ടില്ല. എന്നോട് പറഞ്ഞു നീ ഏതെങ്കിലും വണ്ടി കിട്ടുമെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ പണിയാവും പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ടൈഗർ അറ്റാക്ക് ഉണ്ട് ഇവിടെ, ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ എണീച്ചപ്പോൾ കാണുന്ന ഫുള്ള് കോടയായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയുണ്ട്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൊടിഞ്ഞിരിക്കുന്നതിന് മഴകൾ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ. ഇത് ആർമിയുടെ കഫേയാണ്. ഇവിടെ വന്നാൽ ടൂറിസ്റ്റുകളായിക്കോട്ടെ വണ്ടിക്കാരായിക്കോട്ടെ എല്ലാവരും ഇവിടെ വന്ന് ചായ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോണത്. നമുക്ക് ഇന്നലെ ഫുഡ് കാര്യങ്ങളെല്ലാം തന്നത് ഇവരാണ് കേട്ടോ. അതുപോലെ രാവിലെയും ഫുഡ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മുടെ സൈക്കിളാട്ടോ. ഇതാണ് മയോധ്യ കഫ. അപ്പോൾ നമ്മൾ സൈക്കിളിൽ ജസ്റ്റ് കവർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പാക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളം കയറില്ല എന്നാണ് ഒരു വിശ്വാസം കേട്ടോ. അപ്പം എന്തായാലും നോക്കാം നമുക്ക്. നമ്മളെ ഇപ്പോൾ അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും മഴ ഒന്നും നിന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല കോടയുണ്ട്. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഇന്നും അവിടെ നിൽക്കേണ്ടി വരും. അവർക്ക് കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അധികം ദിവസം നിൽക്കാൻ പറ്റില്ല. അവർക്ക് ബുദ്ധിമുട്ടാവില്ല. അവരെന്നോട് പറഞ്ഞു കുഴപ്പമില്ല. പക്ഷേ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. പിന്നെ അത് കഴിഞ്ഞ് പോകാറായപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ ഇട്ട് ബിസ്ക്കറ്റ്, ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ മുട്ട പുഴുങ്ങിയത് അവരുടെ രാവിലത്തെ ഫുഡായിരുന്നു. വേറെ പോലെ ഉണ്ടായിരുന്നു, ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങിയത് ഒക്കെ തന്നു കേട്ടോ. എന്തായാലും പോണ വഴിക്ക് ഫുഡ് കഴിക്കാനുള്ളതായി. പിന്നെ ഈ റൂട്ട് പോകാൻ സത്യം പറഞ്ഞാൽ എന്നെ പേടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ടൈഗർ അറ്റാക്ക് നടക്കുന്ന റൂട്ടാണ്. ഇവിടുന്ന് ഹുൺലി വരെയെങ്കിലും നമുക്ക് എത്തണം. 35-40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹുൺലി. അപ്പോൾ കുറച്ചൊക്കെ ഡൗൺ ആണ്. നമ്മുടെ ബ്രേക്ക് ഒന്ന് കുറവുണ്ട്, കാരണം മഴ തന്നെ ആകെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. എന്തായാലും പോകണമെങ്കിൽ കാഴ്ചകൾ കാണട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങൾ ഈ ചാനലിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ. പോകണമെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒഴുകി അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയാട്ടോ. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടി. ഫുള്ളിങ്ങനെ കോട വന്നിരിക്കുന്ന കേട്ടാ. ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും പേടിയുണ്ട്. നമ്മൾ പയ്യെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകട്ടെ. കാരണം ചില സമയത്തൊക്കെ നമ്മൾ നല്ല ഇതായിട്ടുള്ള റോഡാണ്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ റോഡാണെങ്കിൽ ഭയങ്കര ഓഫ് റോഡ് പോലത്തെ ഒരു ഫീലാണ്. ഇങ്ങനെ കുലുങ്ങിയാണ് നമ്മൾ പോണേട്ടാ. നല്ല തണുപ്പുണ്ട് മക്കളെ. മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇന്നും ഫുള്ളും മഴയായിട്ട് കാണിക്കണം ഗൂഗിളിൽ നോക്കിയിട്ട്. നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ അനിഞ്ഞ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ, വാട്ടർ ക്രോസിങ്ങൾ ഒരുപാടുണ്ടെന്നാട്ടോ പറഞ്ഞത്. പക്ഷെ എന്നാളെ നല്ല കിടിലം ഭംഗിയാണ് മക്കളെ. ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ പ്രശ്നത്തെ തുടർന്ന് നമുക്ക് കുറേ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. എന്തോരം വാട്ടർഫാളുകളാണ് നമ്മൾ പോണ റൂട്ടിലേട്ടാ. ശരിക്കും ഇതൊക്കെ കുറേ നേരം ഇന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. പക്ഷെ ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പണിയായിപ്പോവും, എന്തും സംഭവിക്കാം. അങ്ങനെയുള്ള ഒരു വഴിയാട്ടാ. ഇതല്ലേ ഇവിടെ നിന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ ഒഴുകി വന്നതാണ്. ഇപ്പം മൺസൂൺ ടൈം ആയതുകൊണ്ട് വാട്ടർഫാൾ എല്ലാം ഓപ്പൺ ആണ്. ഇവിടെ പോകണമെങ്കിൽ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ അടിയിൽ വന്നോയ്ക്ക് നല്ലൊരു ഇറക്കം കിട്ടിയിട്ടാ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് റോഡിൻ്റെ പണിക്കാരുടെ ആയിക്കോട്ടെ. പിന്നെ കുറേ ആസാമിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. റോഡ് പണിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയുള്ള ആൾക്കാർ പൊതുവേ പണിയെടുക്കൽ വളരെ മടിയാണ്. അതായത് ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് അവർ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവിടെ നിന്ന് ഹുൺലി എത്രയാണ്? 25 കിലോമീറ്റർ എന്തുകൊണ്ട്. അപ്പോൾ ഹുൺലി പിടിക്കാനാണ് പ്ലാൻ.
ഇതാണ് കേട്ടോ വില്ലേജ്. ഒരുപാട് സുമോക്കാരും പിന്നെ അതുപോലെ തന്നെ ട്രാവലർ ആയിക്കോട്ടെ അങ്ങനെയുള്ള വണ്ടികൾ ഇവിടെ നിർത്താറുണ്ട്. നമ്മൾ നേരത്തെ വന്നത് മയോധ്യ എന്നാണ്. അതും ഒരു ചായ കഫേയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് നമ്മൾ പറഞ്ഞില്ലേ മയോധ്യ കഫേ ആർമിയുടെ അവിടെ നിർത്താറുണ്ട്, ഇവിടെ നിർത്താറുണ്ട്. ഇത് ചെറിയൊരു വില്ലേജാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ റോഡിൻ്റെ പണിക്കാരും പിന്നെ കുറച്ച് വീട്ടുകാരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സുമോ ഇതേപോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രാമവാസികൾ മൊത്തം ഈ കാണുന്ന സുമോയിലാണ് യാത്ര ചെയ്യണത്. കാരണം ഇവിടെ ബസ് സർവീസ് ഒന്നും ഇല്ല. ഇവിടെയൊക്കെ ബസ് സർവീസ് വരാൻ വേണ്ടി ടൈം എടുക്കും കേട്ടോ. നല്ല ഹിൽ ഏരിയ അല്ലേ, അപ്പോൾ 4x4 വണ്ടികൾ മാത്രമേ അങ്ങാടും ഇങ്ങോട്ടൊക്കെ പോവുള്ളൂ. ഇങ്ങനെ കോട പൊയ്ക്കൊണ്ടിരിക്കാനായിട്ടാ മേളിലേക്ക്. ഇതുണ്ടല്ലേ, അടിപൊളി കാഴ്ചയാണ് മക്കളെ. ഇത് ചെറിയ റൂട്ടാണ് കേട്ടോ. ഈ റൂട്ടിൽ ഒറ്റ വണ്ടി വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായപ്പോൾ സൈഡ് കൊടുക്കാൻ കുറച്ച് പണിയായിക്കോട്ടോ. ഇതേപോലെയുള്ള ഒരു മൂലകൾ വന്നാൽ മാത്രമേ സൈഡ് കൊടുത്ത് പോവുള്ളൂ. ഇപ്പോൾ മഴ ഒന്നും ഇങ്ങനെ കുറഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെറിയ രീതിയിൽ പൊടിഞ്ഞു തുടങ്ങണ്ടേട്ടാ. ഇത് എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു റൂട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും, ആസ്വദിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ കാഴ്ച വയ്ക്കാൻ നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. ഈ ഒരു മലനിരകളും ഈ കാണുന്ന കോടയും പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ വീണ്ടും. എന്തായാലും നമ്മൾ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. മാക്സിമം മുന്നിൽ നിൽക്കാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഒരു ഐഡിയ ഇല്ല, എന്താണ് ഏതാവുന്നൊരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാട്ടാ. ഇപ്പം ഏകദേശം ടൈം എനിക്ക് തോന്നുന്നുണ്ട് 12 മണി ആയിട്ടുണ്ടാവുമായിരിക്കും. വണ്ടികൾ വന്നും പോയി ഇരിക്കുന്നുണ്ട്. കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വണ്ടികൾ വന്നത്. മെയിനായിട്ടുള്ളത് സുമോയാണ്. പിന്നെ പിക്കപ്പുകൾ ഈ വില്ലേജ് അടുത്തടുത്ത് വില്ലേജ് ഉണ്ട്, അവരുടെയൊക്കെ പിക്കപ്പുകൾ അങ്ങനെയുള്ള വണ്ടികളാണ് മെയിനായിട്ട് പോണത്. നമ്മളെ പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പഴക്കമുള്ളതാണ്. ഇവിടെ പ്രവർത്തനമൊന്നുമില്ല കേട്ടോ, വീടുകളാണ് കൂടുതലും. പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കണേണ്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ മക്കളെ. നിങ്ങളും ഇതേപോലെയൊക്കെ യാത്രകൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ യാത്രകളിൽ നിന്നുള്ള. ഇതിൻ്റെ ഉള്ളിൽ എന്തോ സമാധിയിലാട്ടെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ടെമ്പിളാണ് കേട്ടോ, ശിവ ടെമ്പിളാണെന്ന് തോന്നുന്നത്. ഒരുപാട് ദേവന്മാരുടെയും ശിവൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, ചെറിയൊരു ടെമ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആൾക്കാർ എനിക്ക് തോന്നുന്നു പോണ റൂട്ടിലൊക്കെ ആൾക്കാർ ഇതേപോലെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിക്കോട്ടെ പോണത്. ഇവിടെ നമ്മൾ പോണ റൂട്ടിലൊക്കെ ഒരുപാടുണ്ട് ഇതേപോലെ ചെറിയ ടെമ്പിളുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സുമോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേണ്. ഇതെനിക്ക് തോന്നുന്നത് അനിനിയിലേക്ക് ഒരുപാട് സുമോ സർവീസ് ഉണ്ടെന്ന് തോന്നണ്ട. നമ്മളിപ്പോൾ എത്ര വണ്ടികളാണ് കണ്ടോ, ഒരുപാട് പോകേണ്ടത് ഇഷ്ടംമാതിരി ഉണ്ട്. കാരണം അനിനി റൂട്ടിൽ പോണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് മോശമുള്ളൂ, ബാക്കിയുള്ള എല്ലാം നല്ല റൂട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇത്ര നേരം വന്നത് നല്ല വഴി തന്നെയാണ്. എന്തായാലും പയ്യെ മുന്നോട്ട് പോകട്ടെ. ഞാനിവിടെ ഈ സൈഡ് ബാഗ് നനയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറിയൊരു കവറും വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയില്ല കേട്ടോ, മഴ ഒന്ന് നിന്ന് നല്ലൊരു മഴ പെയ്തിട്ട് വീണ്ടും വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇത്ര നേരം സഞ്ചരിച്ചത് നല്ലൊരു ടാർ ചെയ്ത ബ്ലാക്ക് ടോപ്പ് ആയിട്ടുള്ള റൂട്ടിലൂടെയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ മോശമുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം വരെ മോശം റോഡുണ്ട്, അത് ഇനി നല്ല റോഡ് വരും. അത് ഇനി കുറച്ചും കൂടെ മോശം റോഡ് വരും, അത് ഇനി നല്ല റോഡാണെന്നാണ് പറഞ്ഞ് കേട്ടത് ഇവിടെയുള്ള ആൾക്കാർ. ഇവിടെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ വെയിലിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ നല്ല കോടയാണ്. എവിടുന്നോ സൂര്യൻ്റെ ഒരു വെളിച്ചോടിക്കണം കേട്ടോ. ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നേരെ നോക്കാൻ പറ്റുള്ള. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യരും ഇല്ല കേട്ടോ. എനിക്ക് തോന്നണേ ഇവിടെ റോഡിൻ്റെ വീതി എന്തോ കൂട്ടണേന്ന് തോന്നട്ടാ, അതുകൊണ്ടായിരിക്കാം ഇവിടെ ടാറൊന്നും ചെയ്യാത്ത. ചിലപ്പോൾ ഇതൊക്കെ പണിയണത് വീതി കൂട്ടാൻ വേണ്ടി ആയിരിക്കും കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ മണ്ണിടിഞ്ഞിടിഞ്ഞ് വീണേക്കണോ നോക്കിയേ. മഴക്കാലത്തൊക്കെ അത്യാവശ്യം ഡേഞ്ചറാണ് ഈ റൂട്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഈ ഒരു മഴ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വേറെ ലെവലാട്ടോ. നിങ്ങൾ വന്നോക്കി കണ്ടില്ല കാഴ്ചകൾ, എൻ്റെ പൊന്നോ എന്ത് കിട്ടില്ല കാഴ്ചകളാണല്ലേ. ഞാനിങ്ങനെ എല്ലാം ആസ്വദിച്ചാണ്ടെന്ന്. കുറേ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞില്ല, നമ്മൾ സൈക്കിളിനും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നമുക്കേ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പട്ടാളക്കാർ കുറച്ച് മുട്ട പുഴുങ്ങിയൊക്കെ തന്നു വിട്ടിട്ടാ. ഇതിലൊരു 7 എണ്ണം ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ 2-3 എണ്ണം കഴിച്ച് ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ പൊളിച്ച് നിന്നിരിക്കണേണ്. നമ്മുടെ ഉച്ചക്കത്തുള്ള ഫുഡാണ് കേട്ടോ, പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീൻ. തണുത്ത് വിടാം, കാരണം രാവിലെ ഉണ്ടാക്കിയതാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കാരണം നല്ല തണുപ്പ്, നല്ല മഴയൊക്കെ ആയിരുന്നു. വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ തണുത്ത് വിട്ടത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പൊന്തി എന്ന് പറഞ്ഞ സ്ഥലം.
അപ്പോൾ കുറച്ച് ദൂരം വരെ അല്ല ഇവിടെ നിന്നാണ് കേട്ടോ മോശം റോഡ് തുടങ്ങിയേട്ടാ. എന്നോട് ഇപ്പോൾ ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ് ഇവിടെ നിന്നാണ് മോശം റോഡ് സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ഏകദേശം ഒരു 25-30 കിലോമീറ്റർ വരെ ഇതേപോലെയുള്ള മോശം റോഡാണ്. അത് ഇനി നല്ല റോഡാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മളിതുവരെ പോയിട്ടില്ല. കുറച്ച് ആൾക്കാർ പറയണത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തേണ്ടാം. എന്തായാലും നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ഇടും. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ അയോധ്യന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കാണാൻ പറ്റുന്നത് കൂടുതലും വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. പല ടൈപ്പ് വെള്ളച്ചാട്ടങ്ങൾ, ചെറുതും വലുതും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം അടിപൊളിയാണ്. നമ്മളിതെല്ലാം ആസ്വദിച്ചാണ് വന്നത്. കുറേയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ടൈഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലത്തൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പലയിടത്തും ഇതേപോലെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത്തിരി നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാ. പിന്നെ അതുപോലെ പലയിടത്തൊക്കെ ചെറിയ പഴയ വീടുകൾ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ നശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ അനിനിയൊക്കെ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് ഈ ഒരു മൺസൂൺ ടൈമിൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യട്ടോ. പിന്നെ വിൻ്റർ ടൈമിലും. പക്ഷേ ഈ ഒരു ടൈം ഒരു രക്ഷയില്ല. പക്ഷേ അതുപോലെ തന്നെ അപകടങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ബൈക്കിന് അതുപോലെ തന്നെ സൈക്കിളിനൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കുറച്ച് നോക്കിയും കണ്ട് വരിക. കാരണം ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന്, ഗൂഗിളിലല്ല യൂട്യൂബിലൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ അരുണാചലിൽ 3-4 പേരെ കടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു പോലീസുകാരനെ കഴിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ ന്യൂസുകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇത് അറ്റാക്ക് ചെയ്ത ഒരു പോലീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പീസൊക്കെ അവിടെ കിടപ്പുണ്ടെന്നാണ് പറയണത് എപ്പോഴും. ഭയങ്കര ഇതാണ്. എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവസാനം വണ്ടികളൊന്നും കിട്ടിയില്ല. പിന്നെ ആലോചിച്ച് പയ്യ ഇറങ്ങാലെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങുന്നതാണ്. ഇപ്പം നമ്മൾ ഏകദേശം സേഫായിട്ടുള്ള സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് പണികളാണ്. ഇത് നോക്കി, ഈ കാടിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കണേട്ടാ. അതുപോലെ തന്നെ കാഴ്ചകളും വളരെ ഭംഗിയാണ്. മനോഹരമായ കാഴ്ചകൾക്കിടയിൽ ചില അപകടങ്ങൾ ഉണ്ടാവും എന്ന് പറയാനല്ലേ, അത് ഇതാണ്ടാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ വേണം കേട്ടോ വരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഹുൺലി എന്ന് പറഞ്ഞൊരു വില്ലേജ് എത്തിയേട്ടാ. ഈ കാണുന്നതാണ് ഹുൺലി എന്ന് പറഞ്ഞ വില്ലേജ്. ചെറിയൊരു വില്ലേജാണ്, ചെറുതല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു വില്ലേജ് തന്നെയാണ്. ഇവിടെ നിന്ന് തന്നെ നല്ലൊരു കിടിലം വ്യൂ ഉണ്ട്. ഈ കാണുന്നതാണ്ടാ, ഇതൊക്കെ ഫുള്ള് മഞ്ഞുമലകളാണ്. ആ ഒരു മലയിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഉണ്ട് കേട്ടാ. നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കണം കേട്ടാ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൺമുന്നിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു ഇരുണ്ട ഒരു സ്ഥലത്ത് ഒരു വെളിച്ചം വന്ന ഒരു ഫീലില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന. വല്ലാത്തൊരു അടിപൊളി ഭംഗിയാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കിടിലം ഫോണൊക്കെ ഇട്ട് നല്ല കിടിലം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ക്യാമറയിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര ഇത് വന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ കണ്ണിന് കാണുന്ന ഒരു കാഴ്ചയില്ലേ, ആ കാഴ്ച ഒരിക്കലും നമ്മുടെ ക്യാമറയിൽ അല്ലെങ്കിൽ ഒന്നിലും കിട്ടില്ല. പക്ഷെ ആ ഒരു ഫീൽ എനിക്ക് എൻ്റെ ഫോണിൽ കിട്ടിയില്ല കേട്ടാ. എൻ്റെ മോനെ, എന്ത് ഭംഗിയാണല്ലേ ഈ മലകളൊക്കെ കാണാൻ വേണ്ടി. ഇപ്പോൾ ഉള്ളത് ഹുൺലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ എത്തി നമുക്കിന്ന് തങ്ങാൻ ഒരു സ്ഥലം കിട്ടിയേട്ടാ. ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയുടെ ഉള്ളിൽ കിടക്കാനാണ് ഇവർ സെറ്റാക്കി തന്നത്. ഇവിടെ കുറച്ച് ദീദിമാരുണ്ട് കേട്ടാ. ഹായ് ദീദി, നമസ്തേ, कैसे हो? अच्छा, आपका नाम क्या है दीदी? अच्छा, आप ये बस्ती का है ना? अच्छा, ये बस्ती का नाम कुछ बोलो. हुनली. यहाँ में क्या कुछ घूमने का कुछ जगह है, क्या क्या है? अच्छा, और यहाँ का कुछ पता हो, यहाँ के लिए क्या क्या है? ठीक है, आपका बस्ती यहाँ से नीचे है और आगे है? यहाँ से आगे जाना पड़ेगा. अच्छा, कौन सा पहाड़ का उधर. कौन सा वो वाला है ना? जी जी, वो आगे जाना पड़ेगा. आगे जाना पड़ेगा. आप कैसे जाओगे यहाँ से? पैदल जाएगा? पैदल नहीं जाएगा. अच्छा, ट्रांसपोर्ट में जाएगा. अभी मिलेगा ट्रांसपोर्ट? नहीं मिलता है, हम नहीं जाता है. लेकिन हम अभी यहाँ पे 15 इयर्स हो गया बैठा वाला. कहाँ में? इधर ही. अच्छा, और सब ठीक है ना? അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് കാര്യങ്ങൾ സെറ്റാക്കി കേട്ടാ. മീൻകറി ഉണ്ട്. ഇത് ഞാനേ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡബ്ബ മേടിച്ചിട്ടാണ് മീൻ്റെ. ഇത് ടേസ്റ്റ് ശോകമാണ്, പക്ഷേ ഒരു കൊതി അങ്ങനെ മേടിച്ചതാണ്. കുറേ ദിവസമായിട്ട് നമ്മുടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചോറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയിട്ടാ. ഹുൺലി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വില്ലേജാണ്.